പാഠം 305. ആകെ എത്ര ദൈവങ്ങളുണ്ട്? ഈശ്വര, പുറമ്പോക്ക് ഭൂമിയുടെ ലിസ്റ്റ് കളക്ടർ പറഞ്ഞ സമയത്തിനുള്ളിൽ ആ ജോലി തീർത്ത ഒരേ ഒരു വില്ലേജ് ഓഫീസർ ഞാനാണെന്ന് നിങ്ങൾക്കറിയാലോ. കളക്ടർ ഇന്ന് തന്നെ ആ റിപ്പോർട്ട് നോക്കി ഞാൻ ചെയ്തു തീർത്ത ജോലിയുടെ പേരിൽ എന്നെ അഭിനന്ദിച്ചാൽ അതിൽ പരം ഒരു സന്തോഷം എനിക്കില്ല. എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. നിങ്ങൾ വിചാരിച്ച നടക്കും. അതിനും ദൈവത്തിനെ ശല്യപ്പെടുത്തണം. കളക്ടർക്ക് ഉത്തരവ് കൊടുത്തത് സർക്കാരാണെന്നാണ് ഞാൻ ഇതുവരെ കരുതിയത്. പക്ഷേ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നത് ദൈവമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവള് ആ പറഞ്ഞ ധിക്കാരത്തിലുള്ള മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഭാമ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പറഞ്ഞ കാര്യം നടക്കാതെ വരല്ലേ. ഈശ്വര സഹായിക്കണേ, കാത്തോളണേ. ഇനി അവൾക്കുള്ള കൊടുത്തിട്ട് ബാക്കി കാര്യം. ഭാമേ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കയറി ശല്യപ്പെടുത്തരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞാനൊരു കാര്യം പറയാനായി കഴിഞ്ഞ 15 മിനിറ്റിൽ 4 പ്രാവശ്യങ്ങൾ അവിടെ വന്ന് നോക്കി. പക്ഷെ പ്രാർത്ഥന തീരുന്ന ഒരു ലക്ഷണവും ഞാൻ കണ്ടില്ല. അപ്പൊ അറിയാതെ ഞാനൊരു അഭിപ്രായം പറഞ്ഞു പോയി. ഞാൻ എത്ര സമയം പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. ഓ അങ്ങനെ സൗകര്യമുള്ളിടത്തോളം സമയം പ്രാർത്ഥിക്കണമെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ ശാന്തി പണിക്ക് പോയാൽ മതിയായിരുന്നു. ഇത് ഒരു വീടാണ്. ഇവിടെ പലവിധ ആവശ്യങ്ങളും വരും. അതിനെ പറ്റിയൊക്കെ ചോദിക്കാൻ വരുമ്പോ മോഹനയുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? എന്തായിരുന്നു ഇത്ര വലിയ അത്യാവശ്യം? പത്രക്കാരൻ വന്ന് കാശ് ചോദിച്ചു. എന്നിട്ടെന്താ? എന്റെ കാശില്ലാത്തതുകൊണ്ട് മോഹനയോട് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇതിനകത്ത് കാശുണ്ടായിരുന്നല്ലോ. ഇതിനകത്തുനിന്ന് ഞാൻ കാശെടുത്തിട്ട് വേണം ഞാൻ മോഷ്ടിച്ചു, കൈയിട്ട് വാരി എന്നൊക്കെ സാറ് പറയാൻ. അതിന് ഞാനില്ല. പത്രക്കാരനോടാകുമ്പോ നാളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് മനസ്സിലാവും. എന്തായിരുന്നു ഇതിന് മാത്രം പ്രാർത്ഥിക്കാൻ? കളക്ടറേറ്റിലേക്ക് ഒരു ഫയൽ അയക്കുന്നതിന് ഇത്രയും പ്രാർത്ഥനയാണെങ്കിൽ വില്ലേജ് ഓഫീസിനോട് ചേർന്ന് ഒരു അമ്പലം തന്നെ പണിയുന്നതാണ് നല്ലത്. നിനക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവില്ല. ഭൂമിയില്ലാത്ത പാവപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കുന്നതിനുള്ള സർക്കാർ പരിപാടിയുടെ ഭാഗമായിട്ടാണ് മിച്ച ഭൂമിയുടെ കണക്കെടുക്കുന്നത്. കളക്ടർ പറഞ്ഞതിൽ നേരത്തെ ഞാൻ ആ കണക്കുണ്ടാക്കി അയക്കുകയാണ്. അതൊരു ചെറിയ കാര്യമാണോ? ഒരിക്കലല്ല മോനേട്ടാ. ചൊവ്വായിലേക്ക് ഉപഗ്രഹം അയക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സത്യത്തിൽ മോഹനരെ സമ്മതിക്കണം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? രാവിലെ കളിയൊക്കെ അറിയിരിക്കണം. ശരിയായി കൊടുക്കാം. ആഹാ ഭാമേ, നിനക്കൊരു ധാരണയുണ്ട്. ചൊവ്വയിലേക്ക് ഉപഗ്രഹം അയക്കുന്നതും അടുക്കളയിൽ കയറി 4 ഇഡ്ഡലി ഉണ്ടാക്കുന്നതും കോടതിയിൽ ചെന്ന് കാണാതെ പഠിച്ച് പ്രസംഗം നടത്തുന്നതുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന്. അത് തെറ്റാണ്. നാട്ടിലുള്ള ആളുകൾക്ക് വില്ലേജ് ഓഫീസ് പോലെ പ്രയോജനം ചെയ്യുന്ന വേറെ ഒരു സ്ഥാപനവും ഇല്ല. എന്ത് പ്രയോജനമാണ്? ആൾക്കാര് കരവടയ്ക്കുമ്പോൾ ഒരു രസീത് കൊടുക്കണം. അതാണോ വലിയ കാര്യം? നേരത്തെ വന്ന പത്രക്കാരൻ ശശാങ്കന് കാശ് കൊടുക്കുമ്പോ അവനും തരും രസീത്. കരമടച്ച രസീത് കൊടുക്കുന്നതിന് മാത്രമല്ല വില്ലേജ് ഓഫീസ്. വില്ലേജ് ഓഫീസിൽ വേറെ എത്രയോ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നു. എല്ലാം മനുഷ്യന് വളരെയധികം അത്യാവശ്യമുള്ള കാര്യങ്ങൾ. ഏത് സർട്ടിഫിക്കറ്റ്? കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. ഒരു ഭൂമി ഒരാൾ കൈവശം വെച്ച് അനുഭവിക്കുന്നു എന്നുള്ളതിന് ആകെയുള്ളൊരു തെളിവ് അതാണ്. ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെങ്കിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണം. ഒരു ഭൂമിയിൽ കെട്ടിടം പണിയാൻ പഞ്ചായത്ത് പെർമിറ്റ് നൽകണമെങ്കിൽ ആ ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണം. ഈ ഭൂമി ഉടമസ്ഥന്റെ പേരിൽ ആധാരം ചെയ്തു കൊടുക്കുന്നത് സബ് രജിസ്ട്രാർ അല്ലേ? അതെ. അപ്പോ കൈവശാവകാശ സർട്ടിഫിക്കറ്റും സബ് രജിസ്ട്രാർ കൊടുക്കാവുന്നേ ഉള്ളൂ. വസ്തു പോക്കുവരവ് ചെയ്യുന്ന കാര്യവും അങ്ങനെ തന്നെയാണ്. ആധാരം ചെയ്യുന്ന ആഫീസ് തന്നെയാണ് പോക്കുവരവ് നടക്കുന്നെങ്കിൽ എന്തെളുപ്പമായിരുന്നു. വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാര്യം വളരെ എളുപ്പത്തിൽ നമുക്ക് പഞ്ചായത്തിനെ ഏൽപ്പിക്കാവുന്നതാണ്. വികലാംഗ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഏതെങ്കിലും ഒരു സർക്കാർ ഡോക്ടർ മതിയല്ലോ. പിന്നെ പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റിന്റെ കാര്യം, ഒരാൾ മരിച്ചു കഴിഞ്ഞാണല്ലോ ഈ പിന്തുടർച്ചാ പ്രശ്നം വരുന്നത്. മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് പഞ്ചായത്താണ്.
അപ്പോൾ പിന്നെ പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റും പഞ്ചായത്ത് തന്നെ കൊടുക്കുന്നതല്ലേ നല്ലത്? ചുരുക്കി പറഞ്ഞാൽ ഈ വില്ലേജ് ആഫീസ് കൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല. അവിടെ ജോലി ചെയ്യുന്ന കുറെ ആളുകൾക്ക് ചുമ്മാ ശമ്പളം കൊടുക്കാന്ന് മാത്രം. ഓഹോ, കൊത്തി കൊത്തി മുറത്ത് കയറി കൊത്താൻ തുടങ്ങിയോ? ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. ആഹാ, നിനക്ക് വിവരമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ആ വിവരമില്ലായ്മ വിളമ്പാനുള്ള സ്ഥലമല്ല എന്റെ ഈ വീട്. കേരള സർക്കാരിന്റെ റവന്യൂ വകുപ്പിലെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ വീടാണിത്. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് റവന്യൂ വകുപ്പിനെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ കുറ്റം പറഞ്ഞതല്ലല്ലോ മോഹനേട്ടാ, കാര്യം പറഞ്ഞതല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്ത് മറുപടിയാ മോഹനേട്ടന് പറയാനുള്ളത്? ഈ വില്ലേജ് ആഫീസിന്റെ മഹത്വം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. പറയുന്ന കേട്ടാ തോന്നും ദൈവത്തിനെക്കാട്ടിലും വലുതാണ് വില്ലേജ് ഓഫീസർ. ദൈവത്തെക്കാൾ മേലെയാണ് വില്ലേജ് ഓഫീസർ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നാട്ടിലുള്ള ആളുകൾക്ക് ദൈവത്തെ പോലെയാണ് വില്ലേജ് ഓഫീസർ. അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് വില്ലേജ് ഓഫീസിലാണ്. എന്ത് പ്രശ്നം? എന്റെ കാര്യം തന്നെ എടുക്കാം. എന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഞാൻ പറയട്ടെ. 1, വിശപ്പ്. വിശക്കുമ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് ചെന്നാ മതിയോ? പോരാ. ജോലി ചെയ്ത് കാശുണ്ടാക്കി കടയിൽ പോയി എന്തെങ്കിലും വാങ്ങി വന്ന് വേവിച്ച് തിന്നണം. ഇനിയിപ്പോ കാശില്ലെങ്കിൽ തന്നെ റേഷൻ അരി വാങ്ങാന്ന് വെച്ചാലും ആ അരി തരുന്നത് ഭക്ഷ്യവകുപ്പാണ്, റവന്യൂ വകുപ്പല്ല. എന്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രശ്നം കുടിവെള്ളം. അത് തരുന്നത് ജലസേചന വകുപ്പാണ്, റവന്യൂ വകുപ്പിന് അതിനകത്ത് എന്താണ് കാര്യം? 3, ശുദ്ധവായു. അങ്ങനെ ഒരു കാര്യമായിട്ട് വില്ലേജ് ഓഫീസിന് പുലബന്ധം പോലുമില്ല. ഇനി യാത്ര ചെയ്യാൻ റോഡ്. അതുണ്ടാക്കുന്ന ഇവിടെ പൊതുമരാമത്ത് വകുപ്പാണ്. ആളുകൾക്ക് വിവരമുണ്ടാകാൻ സ്കൂളും കോളേജും ഒക്കെ നടത്തുന്നത് വിദ്യാഭ്യാസ വകുപ്പ്. കറണ്ട് തരുന്നത് വൈദ്യുതി വകുപ്പ്. യാത്ര ചെയ്യാൻ ബസ് ഓടിക്കുന്നത് ഗതാഗത വകുപ്പ്. അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ ആരോഗ്യ വകുപ്പ്. ഇതൊക്കെയാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ. ഇതിനകത്ത് എവിടെയാണ് റവന്യൂ വകുപ്പ്? സത്യത്തിൽ ആ വകുപ്പ് പിരിച്ചുവിട്ട് അതിലെ ജീവനക്കാരെ വീട്ടിലിരുത്തിയാണ് വേണ്ടത്. അല്ലെങ്കിൽ മനുഷ്യന് ഗുണമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ മോഹനേട്ടൻ പേടിക്കണ്ട. മോഹനേട്ടന് തൊഴിലില്ലാതാവുന്നില്ലല്ലോ. ഞാൻ രാവിലെ കോടതി പോയി കഴിയുമ്പോ ഇവിടുത്തെ ജോലികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാം. വീട് വൃത്തിയാക്കാം, പാത്രം കഴുകാം, തുണി അലക്കാം. പിന്നെ നമുക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോ അവരെ നോക്കാൻ ഒരാള് വേണ്ടേ? അതിനെന്റെ മോഹനേട്ടൻ മതി. ഇവിടെ ആരും ഇല്ലേ? ആരോ വന്നിട്ടുണ്ട്, ചെല്ല്. നമസ്കാരം. നമസ്കാരം. ചന്ദ്രൻകുട്ടൻ രാവിലെ ഇന്നലെ വൈകിട്ട് വരണമെന്ന് കരുതിയതാ. പണി കഴിഞ്ഞു വന്നപ്പോ വൈകി. എന്താ കാര്യം? ചന്ദ്രൻകുട്ടിയുടെ അപേക്ഷ ഞാൻ ഇന്നലെ തന്നെ താലൂക്ക് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. അറിഞ്ഞു. ഞാനതിന് സാറിനൊരു നന്ദി പറയാൻ വന്നതാ. സാർ ഒരാൾ വിചാരിച്ചുകൊണ്ടാ എന്റെ കാര്യം നടന്നത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ചന്ദ്രൻകുട്ടിക്ക് ചെയ്തു തന്നത് ഒരു ഉപകാരമല്ല, എന്റെ കടമയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് മരം വീണ് ചന്ദ്രൻകുട്ടിയുടെ വീട് തകർന്നുപോയി. സർക്കാരിൽ നിന്ന് കിട്ടേണ്ട നഷ്ടപരിഹാരത്തിനായി താലൂക്ക് ഓഫീസിൽ അപേക്ഷിച്ചെങ്കിലും കിട്ടിയില്ല. എന്നെ വന്ന് കണ്ടപ്പോ ഞാൻ കാര്യം അന്വേഷിച്ചു. ചന്ദ്രൻകുട്ടിയുടെ ആവശ്യം ന്യായമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോ ഞാനൊരു അപേക്ഷ തയ്യാറാക്കി താലൂക്ക് ഓഫീസിലേക്ക് അയച്ചു. അത്രേ ഉള്ളൂ. അത് എന്റെ ജോലിയാണ്. ചന്ദ്രൻകുട്ടി പേടിക്കണ്ട, നഷ്ടപരിഹാരം ഉടനെ കിട്ടും. സാറ് പറയും ഒക്കെ സാറിന്റെ ജോലിയാണെന്ന്. പക്ഷെ സാറില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ പണം ഒരിക്കലും കിട്ടില്ലായിരുന്നു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാറേ. എനിക്കും കുട്ടികൾക്കും പിള്ളേർക്കും സാറ് ദൈവത്തെ പോലെയാ. എന്നാ ശരി സാറേ. ശരി. കേട്ടോളി, ഒരു കൂലിപ്പണിക്കാരനായ മനുഷ്യൻ, അയാൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും താമസിക്കാനുണ്ടായിരുന്നത് ഒരു കുഞ്ഞു വീട്. ആ വീടാണ് കാറ്റിൽ മരം വീണ് തകർന്നു പോയത്. അങ്ങനെ ഒരാളെ രക്ഷിക്കാൻ റവന്യൂ വകുപ്പിനെ കഴിയൂ. നീയല്ലേ പറഞ്ഞത് റവന്യൂ വകുപ്പ് കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ലെന്ന്? കുറച്ചു മുമ്പ് നീ ചോദിച്ചു ദൈവത്തെക്കാൾ വലുതാണോ വില്ലേജ് ഓഫീസർ എന്ന്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ?
നാട്ടിലെ പാവപ്പെട്ടവർക്കും ഗതിയില്ലാത്തവർക്കും വില്ലേജ് ഓഫീസർ ദൈവം തന്നെയാണെന്ന്? ഇപ്പൊ വന്ന ചന്ദ്രൻകുട്ടിയെ പോലുള്ള ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് ഓരോ ദിവസവും ഞങ്ങൾ ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പാവങ്ങളെ സഹായിക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. അല്ലാതെ നിന്നെപ്പോലുള്ള വക്കീലന്മാരെ പോലെ കൊലപാതകളെയും പിടിച്ചുപറിക്കാരെയും കള്ളന്മാരെയൊക്കെ രക്ഷിക്കുന്നതല്ല. സത്യത്തിൽ പിരിച്ചുവിടേണ്ടത് റവന്യൂ വകുപ്പല്ല, കോടതിയാണ്. കോടതി. കോടതി പിരിച്ചുവിട്ടാലേ നന്നായിരിക്കും. നാട്ടിൽ നീതി ന്യായമൊക്കെ ഉണ്ടാവണമെങ്കിൽ കോടതി വേണം. കോടതിയുടെ ജോലി ചെയ്യാൻ പഞ്ചായത്തിനും വില്ലേജിനും സർക്കാരിനും ഒന്നും പറ്റില്ല. ഭമേ, മനുഷ്യനുണ്ടായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നേ നാട്ടിൽ കോടതി ഉണ്ടായിരുന്നു. ഒരു കോടതിയും വക്കീലും ഒന്നും ഇല്ലാതെയാണ് ആയിരക്കണക്കിന് വർഷം മനുഷ്യരിവിടെ ജീവിച്ചത്. വില്ലേജ് ആപ്പീസ് മനുഷ്യനുണ്ടായ കാലത്തേ ഉണ്ടായിരുന്നു. സത്യത്തിൽ ദൈവം ആദ്യം സൃഷ്ടിച്ചത് വില്ലേജ് ആപ്പീസാണ്. അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ പോലെ സൃഷ്ടിച്ചത്. ഇതാണ് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കുത്തുക എന്ന് പറയുന്നത്. ഓ, രാവിലെ മുതൽ നീ റവന്യൂ വകുപ്പിനെയും വില്ലേജ് ഓഫീസിനെയും കുറ്റം പറയുകയായിരുന്നു. ഞങ്ങളെ കൊണ്ട് ഒരാവശ്യവും സമൂഹത്തിന് ഇല്ല എന്ന് വരെ നീ പറഞ്ഞു. അപ്പോ നിന്റെ വിവരമില്ലായ്മ തിരുത്താനായി ദൈവം തന്നെയാണ് ചന്ദ്രൻകുട്ടിയെ ഇങ്ങോട്ട് അയച്ചത്. ചന്ദ്രൻകുട്ടി വന്ന് കാര്യം പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ല. എടീ, അയാൾ പോകാൻ നേരം പറഞ്ഞു നീ കേട്ടായിരുന്നോ? ഞാൻ അയാൾക്ക് ദൈവത്തെ പോലെയാണ്. ലോകത്തിൽ ഏതെങ്കിലും ഒരു വക്കീലിനോട് ഏതെങ്കിലും ഒരു കക്ഷി ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയില്ല. കാരണം നിങ്ങൾ വക്കീലന്മാർ കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും ആളുകളാണ്. മോഹനേട്ടൻ, ചന്ദ്രൻകുട്ടിയെ സഹായിച്ചത് മോഹനേട്ടനാണെന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു ചന്ദ്രൻകുട്ടിയുടെ നഷ്ടപരിഹാരത്തിന്റെ പ്രശ്നം മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ളത്. വേറെയും പ്രശ്നങ്ങളുണ്ട്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ ഞങ്ങളത് പരിഹരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഈ ചന്ദ്രൻകുട്ടിയുടെ അപേക്ഷ ആദ്യം തള്ളിയത് ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറാണ്. സാറിന് താല്പര്യമുള്ള ആർക്കോ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. പക്ഷേ ഞാൻ നേരിട്ട് ഇടപെട്ട് അത് പറ്റില്ല എന്നും ചന്ദ്രൻകുട്ടിയാണ് യഥാർത്ഥത്തിൽ നഷ്ടപരിഹാരത്തിന് അർഹനെന്നും പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രൻകുട്ടിയുടെ അപേക്ഷ രണ്ടാമത് പരിഗണിക്കപ്പെടാത്തത്. ഇതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതുവരെ? ഉണ്ടോ? ഇല്ല. എന്നിട്ട് വെറുതെ വില്ലേജ് ഓഫീസിനെ കുറ്റം പറയുന്നു. വക്കീലേ, ആരത്? ഉത്തമനാണ്. ആ, നമസ്കാരം വക്കീലേ. നമസ്കാരം. എന്താ ഉത്തമ രാവിലെ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ വക്കീലേ, പ്രകാശനും ദിനേശനും തമ്മിലുള്ള പ്രശ്നം. അത് മൂത്ത് വഴക്കായി. ഇന്നലെ കയ്യാങ്കളി വരെ ആയി. പ്രകാശം കൊണ്ടുവന്ന് കേസ് കൊടുത്തതിന്റെ പേരിൽ ഇന്ന് വെളുപ്പിന് ദിനേശനെ പോലീസും കൊണ്ടുപോയി. ആ, സത്യത്തിൽ ദിനേശന്റെ ഭാഗത്ത് ഒരു കുഴപ്പമില്ല വക്കീലേ. കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ ചായ കുടിച്ചോണ്ടിരിക്കാനും ദിനേശൻ. ഇന്നലെ വൈകിട്ട് ഈ പ്രകാശം കള്ളും കുടിച്ച് ബോധമില്ലാതെ ലെക്ക് ഇട്ട് അവിടെ കയറി വന്ന് ചീത്ത വിളി തുടങ്ങി. ആദ്യമൊക്കെ ദിനേശൻ കേട്ടോണ്ടിരുന്നു. ഈ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ വക്കീലേ. തെറി വിളി കൊഴുത്തപ്പോ ഈ ദിനേശൻ പ്രകാശനെ പിടിച്ചൊരൊറ്റ തള്ളു. യവൻ ഫിറ്റായിരുന്നല്ലോ. പ്രകാശൻ തലോ തന്നെ താടക്കുന്നു. തല തറയിൽ പിടിച്ച് ഈ ഭാഗത്ത് ഒരു ചെറിയ മുറിവ്, അത്രേ ഉള്ള സംഭവം. പക്ഷെ പ്രകാശൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു. എന്നിട്ട് SI ഗീവർഗീസ് സാറിന് ഇവര് തമ്മിലുള്ള പ്രശ്നം അറിയാവുന്നുള്ളത് കൊണ്ട് ഈ സംഭവം സാറ് മൈൻഡ് ചെയ്യാൻ പോയില്ല. പക്ഷേ ഈ പ്രകാശന്റെ അളിയൻ ഭരണകക്ഷിയുടെ ഒരു ലോക്കൽ നേതാവാണ്. നമസ്കാരം സാർ. അയാൾ ഇടപെട്ട് CIക്ക് ഫോൺ ചെയ്തിട്ട് ദിനേശനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു. CI പറയുമ്പോ ഗീവർഗീസ് സാറിന് കേൾക്കാതിരിക്കാൻ പറ്റുമോ? കേസെടുത്തു, അതും വധശ്രമത്തിന്. ഇന്ന് വെളുപ്പാങ്കാലത്ത് ദിനേശന്റെ കിടപ്പറയെന്ന് പോലീസ് പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. ദിനേശൻ ഇപ്പൊ എവിടെയുണ്ട്? പോലീസ് സ്റ്റേഷനിൽ. ഞാൻ നമ്മുടെ വാർഡ് മെമ്പർ പത്രോസിനെ കൂട്ടി ഈ സ്റ്റേഷനിലോട്ട് ചെന്നതാണ്. അപ്പൊ ഗീവർഗീസ് സാർ പറയുന്നു, മോളിൽ നിന്നുള്ള വിളിയാണ് ഉത്തമ, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന്. 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും, അവിടെ നിന്ന് ജാമ്യം എടുത്തോളാനാണ് SI ഗീവർഗീസ് സാർ പറയുന്നത്. ഉത്തമൻ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റു. 11 മണിയാകുമ്പോഴേക്കും 2 ജാമ്യക്കാരെ കൊണ്ട് നേരെ കോടതിയിലേക്ക് വന്നാൽ മതി. ഈ ജാമ്യക്കാരുടെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരു പ്രശ്നമുണ്ട് സാറേ. പ്രശ്നം പ്രകാശനും ദിനേശനും തമ്മിലായതുകൊണ്ടേ ഇടപെടാൻ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് പെട്ടെന്ന് 2 ജാമ്യക്കാരെ കിട്ടാൻ വലിയ പാടാ. ഞാൻ പിന്നെ ഓടി നടന്ന് പിടിച്ച് 2 പേരെ ഒപ്പിച്ചു. പുളിക്കലെ തോമസ് കുട്ടിയെ, വടക്കേലെ ദിവാരനെ. പക്ഷെ അപ്പോഴേ പുതിയൊരു പ്രശ്നം. എന്ത് പ്രശ്നം? തോമസ് കുട്ടി ഈ കൊല്ലത്തെ കര അടച്ചിട്ടില്ല.
കരം അടച്ച രസീതില്ലാതെ ജാമ്യത്തിലെടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് സാറേ കൃത്യം 10 മണിയാകുമ്പോ വില്ലേജ് ഓഫീസിലോട്ട് ചെല്ലാന്ന് തോമസ് കുട്ടി പറഞ്ഞിട്ടുണ്ട്. സാർ ഒന്ന് സഹായിച്ച 5 മിനിറ്റ് കൊണ്ട് കരം അടച്ച രസീതുമായി ഒരു 10:30 ആകുമ്പോ തോമസ് കുട്ടിക്ക് നേരെ കോടതിയിലെത്താം. നടക്കില്ല. 5 മിനിറ്റ് ഉണ്ടല്ല, ഇന്ന് 5 മണിക്കൂർ കൊണ്ട് പോലും തോമസ് കുട്ടി കരമടയ്ക്കാൻ പറ്റില്ല. എന്ത് സാറേ? എനിക്ക് കരമടച്ച രസീത് കൊടുക്കാൻ സൗകര്യമില്ല, അത്ര തന്നെ. ഒത്തുപോലെ കാര്യം ചെയ്, വീട്ടിൽ പത്രം വരുത്തുന്നില്ലേ? ഉണ്ട് ഉണ്ട്. ആരാ പത്രം ഇടുന്നത്? നമ്മുടെ ശശാങ്ക്. കഴിഞ്ഞ മാസത്തെ പത്രത്തിന്റെ പൈസ ശശാങ്കന് കൊടുത്തിരുന്നോ? കൊടുത്തു. അപ്പോ ശശാങ്കൻ ഒരു രസീത് തന്നായിരുന്നോ? തന്നു. ആ രസീതുമായി ജാമ്യത്തിലിറക്കാൻ പോയാൽ മതി. അയ്യോ, പത്രത്തിന്റെ രസീത് മതിയോ? കരമടച്ച രസീതും പത്രക്കാരൻ തരുന്ന രസീതും ഒരുപോലെയാണെന്ന് പറയുന്ന ചില വക്കീലന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ കേസ് വാദിക്കുമ്പോ ജാമ്യത്തിലെടുക്കാൻ അത്തരം രസീതുകൾ മതി. എന്താണ് വക്കീലെ പ്രശ്നം? ഒന്നുമില്ല. വില്ലേജ് ഓഫീസർ പ്രതികാരം ചെയ്യുകയാണ്. ഉത്തം പോയിക്കോളും. 11 മണിക്ക് കോടതിയിൽ കാണാം. ഓ, മോഹനേട്ടാ, ഇപ്പൊ മോഹനേട്ട് പറഞ്ഞിട്ട് പോകുന്നത് മര്യാദയല്ല. ഭാര്യയോടുള്ള വാശി തീർക്കേണ്ടത് ചെയ്യാനുള്ള ജോലി ചെയ്യാതിരുന്നല്ല. ഏത് ജോലിയാണ് ചേരുന്നത്? സ്വന്തമായി ഭൂമിയുള്ള ഒരാൾ കരമടയ്ക്കാൻ വില്ലേജ് ഓഫീസിൽ വരുമ്പോൾ കരം വാങ്ങി രസീത് കൊടുക്കുക എന്നത് മാത്രമാണ് വില്ലേജ് ഓഫീസറുടെ ജോലി. അത് ചെയ്യാതിരിക്കുന്നത് ഗുരുതരമായ കൃത്യവിലോപമാണ്. നീ എന്നെ നിയമം പഠിപ്പിക്കുകയാണോ? അങ്ങനെ തന്നെ കൂട്ടിക്കോ. പറഞ്ഞു വരുമ്പോ വലിയ വില്ലേജ് ഓഫീസറാണ്, അങ്ങേറ്റം സത്യസന്ധനും, അഴിമതിയില്ല, കൈക്കൂലിയില്ല. പക്ഷെ മോഹനേട്ടാ, ചെയ്യേണ്ട ജോലികൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്നതും അഴിമതി തന്നെയാണ്. പുളിക്കലെ തോമസ് കുട്ടി കരമടയ്ക്കാൻ വരുമ്പോൾ കരം വാങ്ങില്ല എന്ന് പറഞ്ഞാൽ അത് നിയമലംഘനമാണ്. വേണ്ടി വന്നാൽ തോമസ് കുട്ടിക്ക് മോഹനേട്ടനെതിരെ കേസ് കൊടുക്കാനും പറ്റും. കേസ് കൊടുക്കും. ഭാമേ, എന്നെ തോൽപ്പിക്കാനായി രാവിലെ മുതൽ റവന്യൂ വകുപ്പിനെയും വില്ലേജ് ഓഫീസറെയൊക്കെ കുറ്റം പറയുകയായിരുന്നു നീ. എന്നിട്ടോ നിനക്കൊരാവശ്യം വന്നപ്പോ വില്ലേജ് ഓഫീസർ കൊടുക്കേണ്ട ഒരു കടലാസ് ആവശ്യം വന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നോ പത്രക്കാരൻ ശശാങ്കൻ തരുന്ന പത്രത്തിന്റെ രസീത് പോലെയോ അല്ല വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന രസീതിന്റെ വിലയെന്ന്. നിന്റെ കോടതി വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന രസീതിന് കൊടുക്കുന്ന വില എന്താണെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്. ഇതെല്ലാം ഞാൻ സമ്മതിച്ചു. തോമസ് കുട്ടിയുടെ കരമടയ്ക്കുന്ന കാര്യം. ഭാമേ, തോമസ് കുട്ടി കൃത്യം 10 മണിക്ക് ഓഫീസിൽ വരും. കരമടയ്ക്കണമെന്ന് പറയും. വേണ്ട എന്ന് ഞങ്ങൾ ആരും പറയില്ല. പക്ഷേ ഒരു അരമണിക്കൂർ കാത്തിരിക്കണം എന്ന് പറയും. കാരണം ഞങ്ങൾക്ക് ഒരുപാട് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. അതൊരു വില്ലേജ് ഓഫീസല്ലേ. അരമണിക്കൂർ കാത്തു നിന്നു എന്ന് പറഞ്ഞ് നിന്റെ നിയമത്തിൽ അഴിമതി ഉണ്ടോ? അരമണിക്കൂർ കഴിഞ്ഞ് സ്വയംപ്രഭയോ കാഞ്ചനയോ കരമടച്ച രസീത് എഴുതി ഒപ്പിടാനായി എന്റെ മേശപ്പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു. എനിക്ക് ഭയങ്കര തിരക്കല്ലേ. ആദ്യം ചെയ്യേണ്ട ജോലികൾ ആദ്യം ചെയ്ത് തീർത്തിട്ട് ഞാൻ പതുക്കെ പതുക്കെ തോമസ് കുട്ടിയുടെ രസീത് ഒപ്പിടുമ്പോ മണി 11 മണിക്ക് രസീത് കിട്ടിയിട്ട് തോമസ് കുട്ടി അതുമായി കോടതിയിലെത്തുമ്പോഴേക്കും താമസിക്കും. ദിനേശന് ജാമ്യക്കാരില്ലാത്തതുകൊണ്ട് ജാമ്യം കിട്ടില്ല. 10 മണിക്ക് കരമടയ്ക്കാൻ വന്ന ആൾക്ക് 11 മണിക്ക് രസീത് കിട്ടിയോളെന്നും പറഞ്ഞ് കേസ് കൊടുക്കാനും പറ്റില്ല. വൈകുന്നേരം 5 മണിക്ക് കൊടുത്താലും മതി. മോഹനേട്ടാ, ഇതൊരാൾ ജയിലിൽ കിടക്കുന്ന കാര്യമാണ്. എന്നോടുള്ള വാശി മോഹനേട്ടൻ തീർക്കുമ്പോ അഴി എണ്ണുന്നത് ആ പാവ ദിനേശനായിരിക്കും. കക്ഷി ജയിലിൽ പോകാതെ നോക്കേണ്ട ബാധ്യത വക്കീലിന്റേതാണ്, വില്ലേജ് ഓഫീസറോടല്ല. മോഹനേട്ടാ, ഇത് കഷ്ടാണ്. ഞാൻ മോഹനേട്ടനെ പറ്റി ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. നീ കരുതത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. റവന്യൂ വകുപ്പ് പിരിച്ചുവിട്ട് എനിക്ക് ജോലിയില്ലാതാകുമ്പോ എന്നെ ഇവിടത്തെ അടുക്കളക്കാരനാക്കാമെന്നല്ലേ നീ കരുതിയിരിക്കുന്നത്? മോഹനേട്ടാ, ഞാനതൊരു വാശിക്ക് വേണ്ടി പറഞ്ഞതല്ലേ. ഏതൊക്കെ? വില്ലേജ് ഓഫീസിന്റെ ആവശ്യമില്ലെന്നൊക്കെ. വില്ലേജ് ഓഫീസ് വളരെ അത്യാവശ്യമുള്ളതാണെന്ന് ആർക്കറിയാത്തത്? നമ്പർ ഇതിന് നമ്പർ കരമടച്ച രസീത് കിട്ടി കഴിയുമ്പോ നീ ഇത് മാറ്റി പറയും. അയ്യോ, നേരായിട്ടും ഇല്ല. ചന്ദ്രൻകുട്ടി വന്ന് മോഹനേട്ടൻ ദൈവത്തെ പോലെയാണെന്ന് പറഞ്ഞപ്പോഴേ ഒരു വില്ലേജ് ഓഫീസറുടെ വില എനിക്ക് മനസ്സിലായതല്ലേ. സത്യം.
ഹലോ, അതെ, മോഹനേഷനാണ്. ആ, എന്താ സഹദേവ? അതെങ്ങനെ പറ്റി? അത് അന്യായമായി പോയില്ലേ സഹദേവ? ചന്ദ്രകുട്ടിക്ക് ഞാൻ വാക്ക് കൊടുത്തു പോയില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അതെയോ, ശരി, ഞാൻ നോക്കട്ടെ. എന്തുപറ്റി? ചന്ദ്രൻകുട്ടിയുടെ അപേക്ഷ തഹസിൽദാർ തള്ളിയെന്ന്. കാരണം എന്താ? കാരണം ഉണ്ടാകാനാണോ പാട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്രൻ സാറ് ഇതിനോടക്കിട്ടെന്ന്. അങ്ങേരുടെ ഏതോ ഇഷ്ടക്കാരന് കാശ് കൊടുക്കാൻ നോക്കിയത് ഞാൻ സമ്മതിക്കാറുന്നതിനുള്ള വാശിയാ. ഇനിയിപ്പോ ചന്ദ്രൻകുട്ടിയോട് എന്ത് പറയും? അയാള് ആ കാശ് കൊടുന്ന് പ്രതീക്ഷിച്ചിരിക്കുക. സഹദേവൻ എന്താ പറഞ്ഞത്? ചന്ദ്രൻകുട്ടിക്ക് അത് കിട്ടാനുള്ള അർഹതയുണ്ട്, കേസ് കൊടുത്താൽ മതിയെന്ന്. അത് ന്യായമല്ലേ മോഹനേട്ടാ? സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യം കിട്ടാതെ വരുമ്പോൾ കോടതിയിൽ പോകാൻ ഏത് പൗരനും അവകാശമുണ്ട്. ഈ കേസ് ഞാൻ വാദിച്ചോളാം, ഫീസും വേണ്ട. ചന്ദ്രൻകുട്ടിയുടെ വീടിന്റെ കാര്യമല്ലേ, അതുകൊണ്ടാ. അതും മാത്രമല്ല, മോഹനേട്ടൻ ദൈവത്തെ പോലെയാണെന്ന് ചന്ദ്രൻകുട്ടി പറഞ്ഞില്ലേ? ഇനിയിപ്പോ അയാളത് മാറ്റി പറഞ്ഞാലോ? അപ്പം മോഹനേട്ടൻ ദൈവത്തെ പോലെയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ആ കേസ് ഞാൻ വാദിക്കണം. കാശ് ഞാൻ വാങ്ങിക്കൊടുക്കാൻ ചന്ദ്രൻകുട്ടിക്ക് ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ തോമസ് കുട്ടിയോട് 10 മണിയാകുമ്പോ വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. 5 മിനിറ്റ് കൊണ്ട് കാരമടച്ച രസീത് കൊടുക്കാം. മോഹനേട്ടാ, എന്ത് മൊത്തമേ എത്ര ദൈവമുണ്ട്? ഒന്നല്ലേ ഉള്ളൂ. വില്ലേജ് ഓഫീസർ ദൈവമാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ മുകളിലുള്ള തഹസിൽദാർ ആരായിരിക്കും? ശരിക്കും ദൈവം ഒന്നേ ഉള്ളൂ. ഒരുപാടുണ്ടെന്ന് നമുക്ക് തോന്നുന്നതാ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽ ബത മിണ്ടാവതുണ്ടോ എന്നാണ് കവിവാക്യം. മോഹനകൃഷ്ണനും സത്യഭാമയും അവരുടെ ജോലികളിൽ പ്രഗത്ഭരായതുകൊണ്ട് സ്വന്തം തൊഴിലിനെ പറ്റി അഭിമാനം തോന്നുന്നത് സ്വാഭാവികം. പക്ഷേ അതിന്റെ പേരിൽ മറ്റു ജോലികളെ ആക്ഷേപിക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് ചേർന്ന പണിയല്ല. ഭൂമിയിൽ വക്കീലന്മാർ മാത്രം മതി എന്ന സത്യഭാമയുടെ ചിന്തയും വില്ലേജ് ഓഫീസിന് ചുറ്റുമാണ് പ്രപഞ്ചം നിലകൊള്ളുന്നതെന്ന മോഹനകൃഷ്ണന്റെ ധാരണയും തെറ്റിയ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.